ബൈജൂസ് ആപ്പിന് സംഭവിച്ചത് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ആട്ടെ? 95% ബിസിനസ് സ്ഥാപനങ്ങളും മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്യണത് ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ്. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കോമ്പറ്റീഷൻ പ്രോബ്ലം, ലീഗൽ ഇഷ്യൂസ്, പ്രൈസിങ് ഇഷ്യൂസ്, ഇങ്ങനെ പല റീസൺ കൊണ്ടും ബിസിനസ്സുകൾ ക്ലോസ് ചെയ്യാറുണ്ട്. അതായത് അവർക്ക് 16 കോടി ടോട്ടൽ റവന്യൂ ഉണ്ടാവും, പക്ഷെ അവർക്ക് 1 കോടിയേ ലാഭം ഉണ്ടാവും, അല്ലെ 50 ലക്ഷം രൂപയെ ലാഭമുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് ഉള്ളൂ. ഇത് രണ്ടും ബിസിനസ്സിലുണ്ടാവാൻ പാടില്ല. എപ്പോഴും ആ ബിസിനസ്സിൻ്റെ ഫൈനാൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ബിസിനസ്സിലില്ലെങ്കിൽ ഈ കപ്പിന് 2 സിറ്റുവേഷനിൽ ഇതിൻ്റെ യൂസേജ് ഇല്ലാതെയാവും. പ്രധാനമായിട്ടും ഒന്ന്, ഈ കപ്പിൽ താഴെ 2-3 ഹോൾ ഉണ്ടെങ്കിൽ മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സയ്യിദ് CJ ഒരു ഫിനാൻസ് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നതാണ് ബൈജൂസ് ആപ്പിനെ കുറിച്ച്, അല്ലേ? ബൈജൂസ് ആപ്പിന് സംഭവിച്ചത് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ആട്ടെ? നിങ്ങളതിനെക്കുറിച്ചൊക്കെ നിരന്തരം പഠനം നടത്തുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ, ഇത് കമ്പനിയെ മിസ്ലീഡ് ചെയ്യപ്പെടുക എന്നുള്ളതല്ല കേട്ടോ നമ്മുടെ ഉദ്ദേശം. ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് മാത്രമേ അതിനെ കാണാവുള്ളൂ. ബൈജൂസ് ആപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ്. അവിടെ പറഞ്ഞല്ലോ, എന്താണ് ബൈജൂസ് ആപ്പിന് സംഭവിച്ചത്? ശരിക്കും ബൈജൂസ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത്രയും വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അതെ. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് ഒരാൾക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഗ്രോത്ത് ആയിരുന്നു. അതെ. അപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിലും സ്വാഭാവികമായിട്ടും കയറ്റവും ഇറക്കം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു ഇറക്കായിട്ടേ നമ്മൾ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം, അനാലിസിസ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ കമ്പനിക്ക് ഒരു നല്ല തിരിച്ചടിയുള്ള സമയമാണ്. പക്ഷേ തിരിച്ച് കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, ചിലപ്പോൾ കയറാം, പക്ഷേ കയറാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ബൈജൂസ് ആപ്പിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഒരു ബിസിനസ്സുകാരൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ 80% സ്റ്റാർട്ടപ്പുകളും ഫെയിലിയറാന്നുള്ളതാണ് ഏറ്റവും വലിയ പഠനം. 2013 ഏറ്റവും ലേറ്റസ്റ്റ് പഠനം, ഇന്ത്യയിലെ 80% സ്റ്റാർട്ടപ്പുകളും ഫെയിലിയറാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ ഫെയിലിയർ ആകുന്നത് എന്ന് ചോദിച്ചാൽ, പല റീസൺ കൊണ്ടും പല ബിസിനസ്സുകളും ഫെയിലിയർ ആവാം. അപ്പോൾ ബിസിനസ് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ മാർക്കറ്റിംഗ് പ്രോബ്ലം, ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം, കോമ്പറ്റീഷൻ പ്രോബ്ലം, ലീഗൽ ഇഷ്യൂസ്, പ്രൈസിങ് ഇഷ്യൂസ്, ഇങ്ങനെ പല റീസൺ കൊണ്ടും ബിസിനസ്സുകൾ ക്ലോസ് ചെയ്യാറുണ്ട്. അടച്ചുപൂട്ടുന്ന ബിസിനസ്സുകളെ നമ്മളൊരു പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ 5% ബിസിനസ്സുകൾ മാത്രമേ ഈ പറയപ്പെടുന്ന കാരണങ്ങൾ കൊണ്ട് ക്ലോസ് ചെയ്യുന്നുള്ളൂ. ലീഗൽ ഇഷ്യൂ, മാർക്കറ്റിംഗ് പ്രോബ്ലം, കോമ്പറ്റീഷൻ പ്രോബ്ലം, പ്രൈസിങ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ 5% ക്ലോസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ 95% ബിസിനസ് സ്ഥാപനങ്ങളും മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്യണത് ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പല ബിസിനസ് സ്ഥാപനങ്ങളും മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തു പോകുന്നത്. അതിൽ പെട്ട ഒരു എക്സാമ്പിളാണ് നമുക്ക് ബൈജൂസ് ആപ്പിനെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു കപ്പ് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കാനല്ലേ യൂസ് ചെയ്യുന്നത്? അതെ അല്ലേ? ഈ കപ്പിൻ്റെ ശരിക്കുള്ള യൂസേജ് എപ്പോഴാണ് വരിക? ഇതിൽ പ്രോപ്പറായിട്ട് വെള്ളം നിറച്ച് അതിൽ കൊള്ളുന്ന വെള്ളം ഇട്ടിട്ട് നമ്മൾ കുടിക്കണം, അല്ലേ? ഈ കപ്പിന് 2 സിറ്റുവേഷനിൽ ഇതിൻ്റെ യൂസേജ് ഇല്ലാതെയാവും. പ്രധാനമായിട്ടും ഒന്ന്, ഈ കപ്പിൽ താഴെ 2-3 ഹോൾ ഉണ്ടെങ്കിൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചാൽ സ്വാഭാവികമായിട്ടും ലീക്കേജ് വരും. പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും പ്രോബ്ലം ഇതാ, ഫണ്ടിൻ്റെ ലീക്കേജാണ്. ഫണ്ട് വരുന്നു, പക്ഷേ ഇതിലേക്കോ ഫണ്ട് പോകുന്നു, അൺവാണ്ടഡ് എക്സ്പെൻസിലേക്ക് ഫണ്ട് പോവാണ്. അത് പലപ്പോഴും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതാണ് പല ബിസിനസ്സുകാരുടെയും ഏറ്റവും വലിയ പ്രശ്നം. പല കമ്പനികളും അനുഭവിക്കുന്ന പ്രോബ്ലം ഇതാണ്. കാശ് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഫണ്ട് വരുന്നു, പക്ഷേ ഫണ്ട് ഇതിലേക്കോ പോകുന്നു. മനസ്സിലായി. അതായത് അവർക്ക് 16 കോടി ടോട്ടൽ റവന്യൂ ഉണ്ടാവും, പക്ഷെ അവർക്ക് 1 കോടിയേ ലാഭം ഉണ്ടാവും, അല്ലെ 50 ലക്ഷം രൂപയെ ലാഭമുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് ഉള്ളൂ. ബാക്കി 15.5 കോടിയും എക്സ്പെൻസ് ആയിട്ട് പോയി. ഓക്കെ, അതാണ് ബൈജൂസിന് സംഭവിച്ചത്.
ബൈജൂസിന് സംഭവിച്ചത് ഇതല്ല. ബൈജൂസിന് സംഭവിച്ചത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കപ്പ് 2 രീതിയിൽ നമുക്ക് ഉപയോഗമില്ലാതെ മാറും. ഒന്ന്, ഇതിൻ്റെ താഴെ ഹോൾ ഉണ്ടെങ്കിൽ ലീക്കേജ് വരും. രണ്ടാമത്തെ കാര്യം, ഈ കപ്പിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ചാലോ ഫണ്ടിന് ഓവർഫ്ലോ ആയിരിക്കും. ഓവർഫ്ലോ വരുമ്പോൾ ഈ കപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതിലേക്ക് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കപ്പ് മാത്രമല്ല അതിൻ്റെ പരിസരം മൊത്തം കേടായി പോകും. അതായത് ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഫണ്ടിൻ്റെ ഓവർഫ്ലോ വരാൻ പാടില്ല. ബൈജൂസ് ആപ്പിൽ ഡെഫിനറ്റ്ലി ഓവർഫ്ലോ വന്നു. അവർ ഓപ്പറേഷൻസ് ഫണ്ട് കൂടുതൽ ഉണ്ടാക്കാതെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പല പർപ്പസുകൾക്ക് വേണ്ടി ഫണ്ട് എടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബിസിനസ്സിൽ ഓവർഫ്ലോ വന്നു. ഓപ്പറേഷൻ അപ്പോൾ ഇബാദ്കയുടെ ബിസിനസ്സിലേക്ക് ധാരാളം ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് തരികയാണെങ്കിൽ ഇബാദ്കയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഫണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇബാദ്കൻ്റെ ഓപ്പറേഷൻസിലേക്കുള്ള കോൺസെൻട്രേഷൻ പോവും. ഒരു പരിധിവരെ അവർക്ക് സംഭവിച്ച പാളിച്ചകളിൽ ഒരു പാളിച്ച ഇതാണ്. അവരുടെ ബിസിനസ്സിൽ എന്ത് സംഭവിച്ചു? ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഫണ്ടിന്റെ ഫ്ലോ കൂടിപ്പോയി. ഓപ്പറേഷൻസിലേക്ക് കൂടിയ കുഴപ്പമാണ്. അപ്പോൾ ഓപ്പറേഷൻസിലേക്കുള്ള കോൺസെൻട്രേഷൻ പോയി. അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതല്ലേ, അവരുടെ സർവീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ലേ. പല റീസണുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇതൊരു കേസ് സ്റ്റഡി ആക്കി എടുക്കുകയാണെങ്കിൽ ബൈജൂസ് ആപ്പ് നേരത്തെ ഇബാദ്ക പറഞ്ഞ പോലെ അവരൊക്കെ തിരിച്ചു വരാം. പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യയിലെ സമ്പന്നന്മാരിലെ 10ാമതിൽ ഒരാളായിട്ട് വന്ന ആളാണ് ബൈജു. പിന്നെ ഒരു വർഷം മുന്നേ മലയാളികളിൽ 10ൽ ഒരാളായിട്ട് വരുന്ന ഒരാളായിട്ട് വരുമ്പോൾ അയാളുണ്ടാക്കിയ നെറ്റ്വർത്ത് എത്ര വലുതായിരുന്നു. തിരിച്ചു വരാം, ഒരുപക്ഷെ തിരിച്ചു വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അയാൾ അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ ഇത്ര പറ്റാൽ അയാളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമെന്നും പറയുന്നുണ്ട് അയാൾ. അതെ അവർ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇബാദ്ക ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കേസ് സ്റ്റഡി ആക്കി എടുക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സും അവരുടെ ബിസിനസ് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുമ്പോൾ പല ബിസിനസ്സുകാരുടെയും പ്രോബ്ലം ഫണ്ടിൻ്റെ ലീക്കേജാണ്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്കുള്ള ഫണ്ടിൻ്റെ ഓവർഫ്ലോ ആണ്. ഇത് രണ്ടും ബിസിനസ്സിലുണ്ടാവാൻ പാടില്ല. എപ്പോഴും ആ ബിസിനസ്സിൻ്റെ ഫൈനാൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ബിസിനസ്സിൽ ഇല്ലെങ്കിൽ ഓവർഫ്ലോയും വരാൻ പാടില്ല, ലീക്കേജും വരാൻ പാടില്ല. ഇത് രണ്ടുമില്ലാതെ പ്രോപ്പറായിട്ട് ഫൈനാൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കമ്പനിക്കും മാർക്കറ്റിൽ ഏത് കാലത്ത് നിലനിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി നല്ല കമ്പനിയായിട്ട് അവർക്ക് വളരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. തീർച്ചയായും. താങ്ക് യു.